വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ. അതിലും പ്രത്യേകിച്ച് ഉപ്പുതോട് സ്കൂളിൻ്റെ വാർഷികത്തിൽ പങ്കെടുത്തതിൽ. ഞാൻ AU ആകുന്നതിന് മുമ്പ് വളരെ അത്ഭുതപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അത് ഈ വേദിയിൽ ഞാൻ പങ്കുവയ്ക്കണം. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിൽ LSS പരീക്ഷയിൽ 7 കുട്ടികൾ വിജയിച്ച ഏക ഗവൺമെൻറ് സ്കൂള് ഇടുക്കി ജില്ലയിൽ നമ്മുടെ സ്കൂളാണ്. പ്രൈമറി സ്കൂളുകളിൽ USS 5 കുട്ടികൾ. ഞാനും ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നിട്ട് ആണ് ഈ ജൂൺ മാസം കട്ടപ്പന AU ആയിട്ട് ചാർജ് എടുത്തത്. ആ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ ഒരു ശ്രമബലം വളരെ നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. LSS പരീക്ഷയിലും USS പരീക്ഷയിലും ഇത്രയും കുട്ടികളെ വിജയ ശതമാനത്തിൽ എത്തിക്കുന്ന വെച്ച്, അതിലും പ്രത്യേകിച്ച് ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ്. അതായത് LSS പരീക്ഷയിൽ കുറേ കുട്ടികൾ ജയിക്കും. സംസ്ഥാന തലത്തിൽ ഓരോ സബ് ജില്ലയിൽ നിന്നും മികച്ച 10 കുട്ടികളെ, അതായത് മാർക്ക് അടിസ്ഥാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ 10 കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ്. ആ 10 കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ, ഫീൽഡ് വിസിറ്റുകൾ, സന്ദർശനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ഈ അധ്യയന വർഷമാണ് ആ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കട്ടപ്പന സബ് ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കട്ടപ്പന സെൻറ്റ് ജോർജ് സ്കൂളിലാണ് നടത്തുന്നത്. കട്ടപ്പന സബ് ജില്ലയിൽ മികച്ച LSS പരീക്ഷയിൽ കാഴ്ചവെച്ച 10 കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി ഉപ്പുതോട് സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏവർക്കും അഭിമാനകരമാണ്. അത്തരത്തിൽ പഠനകാര്യങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന ഈ സ്കൂള് അതിൻ്റെ ഒരു വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് ഒരു വർഷത്തിൽ കുട്ടികൾ പഠനത്തിലും കായികപരമായിട്ടും നേടിയ നേട്ടങ്ങൾ വിലയിരുത്തുവാനും അത് രക്ഷകർത്താക്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളുകളും സ്കൂൾ വാർഷികം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർഷികം ഇവിടെ നടക്കുന്നത്. ഈ വേദിയെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മിക്കവാറും സ്കൂൾ വാർഷികം നടക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യം കുറവായിരിക്കും. പക്ഷേ ഇന്ന് ഇവിടെ, കാരണം ഈ പകൽ സമയത്താകുമ്പോഴത്തേക്ക് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ചില സ്കൂളുകളിൽ രക്ഷകർത്താക്കൾ വരും, പണിക്കൊക്കെ പോയിട്ടൊക്കെ വരുന്നവരാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന ഈ വാർഷികത്തിൽ ഭൂരിഭാഗം രക്ഷകർത്താക്കളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു വിഷയമാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്കൂളിനെ ഇവിടുത്തെ അധ്യാപകർ മാത്രമല്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, ഇവിടുത്തെ ഓരോ രക്ഷകർത്താക്കളും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. കട്ടപ്പന സബ് ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം താരതമ്യം കുറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ കുറേയേറെ വർഷമായിട്ട് നമുക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ വർഷം 1ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ഒട്ടാകെ, സംസ്ഥാനം ഒട്ടാകെ കുട്ടികളുടെ എണ്ണം കുറവാണ്. അത് നമ്മുടെ കേരളത്തിലെ ബർത്ത് റേറ്റിൻ്റെ കുറവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ കുറഞ്ഞതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണവും 1ാം ക്ലാസ്സിൽ കുറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും നിലവിലുള്ള കുട്ടികളെ നിലനിർത്തിക്കൊണ്ട് മികച്ച രീതിയിലാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്ന സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക സൗമ്യ ടീച്ചറിനെ
ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം ഈ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പം ഒരു 4:30 മണിയായെന്ന് തോന്നുന്നു വൈകിട്ട്. സ്കൂൾ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അധ്യാപകർ കാണുമോ ഇല്ലയോ എന്ന് വിചാരിച്ചു. 4:30 4:45 അപ്പോഴും അധ്യാപകർ ഇവിടെ സ്കൂളിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ 4 മണിക്ക് പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനത്തിലും മുന്നിൽ നിൽക്കുന്ന അധ്യാപക കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വാർഷികമാണ് ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. പ്രത്യേകിച്ച് കേരളമൊട്ടാകെ പുതിയ ഭരണസമിതി പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്തിലെ സ്കൂളുമായി പ്രതിനിധീകരിച്ച് നിൽക്കുന്ന മുഴുവൻ ബഹുമാന്യരായ പഞ്ചായത്ത് ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർഷികാഘോഷം ഒരു മാതൃകാപരമായിട്ടാണ്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിലും ജനപ്രതിനിധികളുടെ ഒരു സാന്നിധ്യമെന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്, അത് ആവശ്യമാണ്. എല്ലാ സ്കൂളുകളിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഈ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് PTA യും SRGയും അധ്യാപകരും ഒന്നിച്ചു കൂടിക്കൊണ്ടുള്ള ഒരു പ്ലാനാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോട് കണ്ടുകൊണ്ട് ഒരു 10 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ. സ്കൂളിൻ്റെ വികസനം ഈ വർഷത്തിൻ്റെ വികസനം മാത്രം പോരാ, ഇനി വരുന്ന നാളുകളിൽ സ്കൂളിൽ ആവശ്യം എന്തൊക്കെയാണ്, ആ ദീർഘവീക്ഷണത്തോട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപ്പാക്കുന്ന ഒരു പ്ലാനാണ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. അത് എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളുകളിൽ തയ്യാറാക്കുന്ന ഈ പ്ലാനുകൾ വെറും പേപ്പറുകളായി മാത്രം നമ്മുടെ മേശയുടെ ഡ്രോയിൽ അടങ്ങിപ്പോകാതെ അതിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളും PTA ഭാരവാഹികളും പഞ്ചായത്ത് കമ്മിറ്റി ഓരോ വാർഷിക അവലോകനം കൂടി അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങൾ കൂടുമ്പോൾ അവിടെ അവതരിപ്പിക്കണം. മാർച്ച് മാസം വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പം നമ്മൾ അവതരിപ്പിച്ചാലേ ആ അധ്യയന വർഷം ആ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞാൽ കമ്മിറ്റിക്ക് അറിയത്തുള്ളൂ. അത്തരത്തിൽ ഒരു വർഷത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം എന്തൊക്കെയാണോ അത് ആ വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടുമ്പോൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ പ്രസിഡന്റിനോട് സംസാരിച്ചു പറയുന്ന എല്ലാ ആവശ്യങ്ങളും ഈ ഭരണസമിതി സ്കൂളിന് ആവശ്യമായിട്ട് ഇത് ഞങ്ങളുടെ സ്വന്തം സ്കൂളാണ്, തീർച്ചയായിട്ടും ഞങ്ങളത് നിറവേറ്റി തരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട്, രക്ഷകർത്താക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മക്കളുടെ ഉയർച്ച അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ മക്കളുടെ ഉയർച്ച പഠനപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇനിയും മേലും മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ വരുന്ന നാളുകളിൽ ഇനി LSS USS പരീക്ഷയൊക്കെ അടുക്കാറായിട്ടുണ്ട്. കുട്ടികളെല്ലാം 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുൻവർഷത്തേക്കാൾ മികച്ച വിജയം കൈവരിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഈ കുറ്റിയംകൊല്ലം എന്ന് പറയുന്ന നമ്മുടെ ഈ സ്കൂൾ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോബിൻസ്, സെക്കൻഡ് പ്രൈസ് ജൂവൽ സോജി. 1, 2 ക്ലാസ്സുകളിൽ ഇസബെല്ല ജോബി, ആരവ് രതീഷ്, നേഹ മരിയ ജോയി എന്നീ കുട്ടികൾ ദയവ് ചെയ്ത് കടന്നു വരിക.
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ആരവ് രതീഷ്, സെക്കൻഡ് പ്രൈസ്. നേഹ മരിയ ജോയി എന്ന ഒരു കുട്ടിയുടെ പേര് കൂടി ഞാൻ വിളിച്ചിരുന്നു. അവള് നേഹ മരിയ ജോയി, ക്ലാസ് 1. താങ്ക് യു സർ. അടുത്തായിട്ട് ആൻമരിയ അഗസ്റ്റ്യൻ 5, 6, 7 ഫസ്റ്റ് പ്രൈസ്. താങ്ക് യു സർ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, എവരുടെയും പ്രസംഗം കേട്ട് നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ വാർഷികം എന്ന് പറയുന്നത് ഈ ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുമോദനവും സ്നേഹവും സമ്മാനവും അതുപോലുള്ള നിങ്ങളുടെ കഴിവുകളുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു സന്തോഷം വരുന്ന ഒരു ദിനമായതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മരിയാപുരം പഞ്ചായത്തിൻ്റെ സ്കൂളിൻ്റെ ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഈ സ്കൂളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കടന്നു വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വിലയിരുത്തുവാൻ കഴിഞ്ഞു. 1995-2000 കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ കടന്നു വരുമ്പോൾ ചെറിയൊരു ഷെഡും അതിനകത്ത് പരിമിതമായ സംവിധാനങ്ങളോടുകൂടിയ ഒരു സ്കൂളുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് പറയാം അതുപോലെ ഏറ്റവും ഭംഗിയുള്ള സ്കൂളും വളരെ അടുക്കും ചിട്ടയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂള് എന്നൊരു ഖ്യാതി നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഇതിനു മുമ്പ് സംസാരിച്ചവരും ഈ അടുത്ത വാർഡിലെ ആളെന്ന നിലയിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ അധ്യാപകർ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് വൈസ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പല പഞ്ചായത്തുകളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് ആളുകൾ കുട്ടികളെ കടത്തിവിടുകയും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മാഹാത്മ്യം, അതായത് ഇവിടുത്തെ പുരോഗമനം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ കടത്തിവിടുവാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. അത് തന്നെയല്ല, ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അതൃപ്തിയുള്ളതായിരുന്നു. പക്ഷേ ഉപ്പുതോട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടിയാണ് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും കരിമ്പൻ സ്കൂളിന്, എൻ്റെ വാർഡിലുള്ളതാണ് കരിമ്പൻ സ്കൂള്, അതിലും പുരോഗമനം ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഭംഗിയായി ഇവിടെ ഇത് പ്രവർത്തിക്കാൻ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ കാലാകാലങ്ങളിൽ വന്ന PTA പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർമാരും അഹോരാത്രം പണിയെടുത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളോടൊപ്പം അവർ കൊടുക്കുന്ന ഹോംവർക്കുകളും അതുപോലെ തന്നെ അവർ പറഞ്ഞു വിടുന്ന കാര്യങ്ങളും മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ശ്രദ്ധിക്കുകയും ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ടും അവർക്കും ഇതിനകത്ത് പ്രശംസ അർഹിക്കുന്നവരാണ്. അത് ബഹുമാനപ്പെട്ട AEO സംസാരിക്കുകയുണ്ടായി. ഒരു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കറിയാം. അതിന് കൈത്താങ്ങലായിട്ട് അധ്യാപകർ നിങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ നിങ്ങൾ അതിന് അനുസരണയോടുകൂടി അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ ബാധ്യതയോടുകൂടി ഏറ്റെടുക്കാൻ മനസ്സും കൂടെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത്ര ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിലെ പല കുട്ടികളും ഇവിടെ വന്ന് സമ്മാനം മേടിച്ചത് ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത്ര അകലെയെന്ന് വരുമ്പോഴും അവർക്ക് പഠിക്കാനുള്ള ഒരു ഉത്തേജനവും നിങ്ങളുടെ സ്നേഹവുമാണ് ആ കുട്ടികൾ ഇത്രത്തോളം വളരുവാൻ കഴിഞ്ഞത്. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മരിയാപുരം പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ പഞ്ചായത്തിൽ വരുന്ന നിങ്ങൾക്ക് അർഹമായ ഫണ്ടുകൾ തരുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അതിനനുസരണമായ ഒരു കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കൂടാതെ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് നിങ്ങളുടെ സമീപസ്ഥവാസിയാണ്, നിങ്ങളുടെ മെമ്പർ അതുപോലെ തന്നെ വളരെ ഊർജ്ജസ്വലനായ ആളാണ്. PTA പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ, അദ്ദേഹത്തിന് ഈ വാർഡിൻ്റെ ഓരോ മുക്കുമൂലയിലും അതുപോലെ ഈ സ്കൂളിൻ്റെ എല്ലാ തുടിപ്പുകളും അറിയാവുന്ന നിങ്ങളുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്.
കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആവലാതികളുടെ മുമ്പിൽ ചിലപ്പോൾ ഞങ്ങളും തലകുനിക്കേണ്ടി വരും. അത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോളി ജോയ്. ആദിത്യ അഭിമന്യു. അയോണ ബെന്നി. അദ്വൈത ദിലീപ്. നവനീത് സോജൻ. അങ്ങാടിയത്തെ സാർ നമുക്ക് വേണ്ടി നൽകിയ സമ്മാനമാണ്. അത് നവനീത് സോജൻ കൈപ്പറ്റുന്നു. ആറാം ക്ലാസ്സിലെ ന്യൂമാസ് പരീക്ഷയിൽ സമ്മാനം നേടുക അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലെ ഗണിതത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനം മുൻ ഹെഡ് മിസ്റ്റർ ശ്രീമതി BT സരസമ്മ സ്പോൺസർ ചെയ്ത സമ്മാനം നേടുന്നത് നിവേദ്യ സോജൻ. കുമാരി നിവേദ്യ സോജനെ BT സരസമ്മ ടീച്ചർ സ്കൂളിന് സംഭാവന ചെയ്ത ഗണിതത്തിലെ മികച്ച പ്രകടനത്തിനുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുള്ള സമ്മാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിവേദ്യ സോജൻ. ശ്രീ പെനി നമ്മുടെ സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ്, ഈ വർഷം 2025-26 വർഷത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് അനന്യ ജയൻ കരസ്ഥമാക്കുന്നു. അനന്യ ജയൻ. കുമാരി അനന്യ ജയൻ. ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അനന്യ ജയൻ കൈപ്പറ്റുന്നു. അനന്യ ജയൻ. താങ്ക് യു സർ. നമ്മുടെ കുട്ടിയും പോലും സെക്ഷൻ്റെ നമ്മുടെ ഈ വാർഷിക പരിപാടിയുടെ ആദ്യ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കോലും പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആശംസ നൽകുകയും ചെയ്ത ഏറെ ബഹുമാന്യരായ എല്ലാ വിശിഷ്ടാതിഥികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായി ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ സന്നിഹിതരായ ഞങ്ങളുടെ രക്ഷിതാക്കൾ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഏറെ ഹൃദ്യമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു.